യുദ്ധം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഇറാൻ സംഹാര താണ്ഡവമാടുകയാണ്. ആദ്യം പിൻവലിഞ്ഞു നിന്ന ഇറാൻ ഇസ്രായേലും അമേരിക്കയും അല്പം തളർന്നപ്പോൾ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇസ്രായേലിന്റെ മേൽ ഇറാൻ മിസൈൽ വർഷം നടത്തുമ്പോൾ തരിച്ചു നിൽക്കുകയാണ് അമേരിക്ക അടക്കമുള്ള യുദ്ധപ്രേമികൾ. യുദ്ധം 21-ാം ദിനം പൂർത്തിയായത് തന്നെ ഇസ്രായേലിന് കിട്ടിയ തിരിച്ചടികളോടെയാണ്. ഈ രീതിയിൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. തെക്കൻ ഇസ്രായേലിലെ അരാദ്, ഡിമോണ നഗരങ്ങളിൽ ശനിയാഴ്ച ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ 100ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന് കഴിഞ്ഞത് ഇസ്രായേലിന്റെ തോൽവി തന്നെയാണ്. 2 മിസൈലുകളെങ്കിലും ഇസ്രായേലിലെ ജനവാസ മേഖലകളിൽ പതിച്ചുവെന്നും തന്മൂലം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരിക്കേറ്റവരിൽ 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെയും 5 വയസ്സുള്ള പെൺകുട്ടിയുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരണങ്ങൾ സംഭവിച്ചതായി പ്രാഥമിക സൂചനകൾ ഉണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെന്ന് ഇസ്രായേൽ ചാനൽ 13 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ തന്ത്രപ്രധാന ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച നതാൻസിലെ ആണവ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിലെ തെക്കൻ നഗരമായ ഡിമോണയിലെ ഷിമോൺ പെരസ് നെഗീവ് ആണവ ഗവേഷണ കേന്ദ്രം ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണമെന്ന് കാണാൻ സാധിക്കും. ആക്രമണങ്ങളിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങൾ തകരുകയും നിലത്ത് ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തതായി വാർത്ത AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിമോണയിലും ആറാദിലും വിക്ഷേപിച്ച ഇന്റർസെപ്റ്ററുകൾ ഭീഷണികളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അതിന്റെ ഫലമായി ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് 2 തവണ പതിച്ചതായും അഗ്നിശമന സേനാംഗങ്ങളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറാദിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 84 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡിമോണയിൽ 33 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവസ്ഥലത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായതായും പറയുന്നുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചെങ്കിലും മിസൈൽ തടഞ്ഞില്ലെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ AFE ഡെഫറിന്റെ പ്രതികരണം വന്നത്. എന്നാൽ ഡിമോണയിലെ ആണവ കേന്ദ്രത്തിന് നാശനഷ്ടങ്ങളോ ആണവ വികിരണമോ സംഭവിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് അസാധാരണമായ റേഡിയേഷൻ അളവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ US ഇസ്രായേൽ സേനകൾ ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡിമോണയിൽ മിസൈൽ പതിച്ചത്. ഡിമോണയിൽ മാത്രം 27 പേർക്ക് പരിക്കേറ്റു. ഇതിൽ മിസൈൽ ചില്ലുകൾ തറച്ച് പരിക്കേറ്റ ഒരു കൗമാരക്കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. പ്രാഥമിക നിഗമനമനുസരിച്ച് 100 കണക്കിന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു മിസൈൽ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾക്കിടയിലാണ് പതിച്ചത്. ഇത് കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കുകയും പരിസരത്തെ വസ്തുവകകളിൽ തീപിടുത്തമുണ്ടാക്കുകയും ചെയ്തു. മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി നിമിഷങ്ങൾക്കകം മിസൈൽ പതിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഇസ്രായേൽ വ്യോമസേനയും ഹോം ഫ്രണ്ട് കമാൻഡും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ബുഷറിലെയും നദാൻസിലെയും തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഡിമോണയിലെ ആക്രമണമെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ നദാൻസിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. ശത്രുക്കൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത പാഠം നൽകിയെന്നും ഇറാന്റെ മിസൈലുകളിൽ നിന്ന് ഒരിടവും സുരക്ഷിതമല്ലെന്നും ഇറാന്റെ തസ്നിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരണം നടത്തി. നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ വളരെ പ്രയാസമേറിയ വൈകുന്നേരമാണിതെന്ന് അദ്ദേഹം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ശത്രുക്കൾക്കെതിരെ എല്ലാ മുന്നണികളിലും നിശ്ചയദാർഢ്യത്തോടെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങി ഇത്രയും നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കൈകൂപ്പി നിസ്സഹായനായി നെതന്യാഹു പ്രതികരിക്കുന്നത്. മറക്കാൻ ആഗ്രഹിക്കുന്ന വൈകുന്നേരമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുമ്പോൾ ഇറാന്റെ ആക്രമണം അത്രമാത്രം ആഘാതം സൃഷ്ടിച്ചുവെന്ന് ഉറപ്പാണ്. എന്തായാലും ഇറാൻ തിരിച്ചടി ശക്തമാക്കുന്നതോടെ ഇസ്രായേൽ അവരുടെ ആണവ നിലയങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.